എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഈയിടെയായിട്ട് ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ സ്ഥിരം കാണാൻ സാധിക്കുന്ന കുറച്ച് വീഡിയോസാണ്. നിങ്ങൾ നാർസിസ്റ്റിനെ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നാർസിസ്റ്റിക് സ്വഭാവമുള്ള അച്ഛൻ, നാർസിസ്റ്റിക് അമ്മ, നാർസിസ്റ്റിക് ബ്രദർ, നാർസിസ്റ്റിക് പാർട്ട്ണർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലെ ആളുകളുടെ നാർസിസ്റ്റിക് സ്വഭാവത്തിനെ വർണ്ണിക്കുന്ന വീഡിയോസ്. ചിലരുടെയൊക്കെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ പല പേരിലാണ്, പലതരത്തിലുള്ള ആൾക്കാരാണ്. ചില സൈക്കോളജിസ്റ്റുകൾ, ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, സോഷ്യൽ ജസ്റ്റിസ് ആക്ടിവിസ്റ്റുകൾ മുതലായവരൊക്കെ അവരുടെ ചാനലുകളിൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഒരു മെഗാ സീരിയൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ നാർസിസ്റ്റിനെയൊക്കെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന പല വീഡിയോകളും. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് ഇവർ അവതരിപ്പിക്കുന്ന വീഡിയോസ് ചിലർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നെങ്കിലും അതിലേറെ വലിയ ദോഷമാണ് ഇത് വരുത്തി വയ്ക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? ഞാൻ ഈയിടെയായിട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ഇൻഡിവിജ്വൽസിനെ വളരെ വില്ലനൈസ് ചെയ്തിട്ട്, വളരെ വില്ലനാക്കി ചിത്രീകരിച്ചിട്ടാണ് അവർ ആ വീഡിയോസ് അവതരിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കാമെന്ന് പറയുകയാണെങ്കിൽ, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡിസോർഡറാണ്. അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെ ഡിസോർഡേഴ്സും ഉണ്ട്. ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മുതലായവയും ഈ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ അതിൽ പെടുന്ന ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്ന് പറയുന്ന അവസ്ഥയുള്ള ആൾക്കാർ തീരെ എംപത്തറ്റിക് അല്ല, തീരെ കരുണയില്ല, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണ്, അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകളിലൂടെയും അതുപോലെ തന്നെ അവരെ വളരെ വില്ലിഫൈ ചെയ്ത് ചിത്രീകരിക്കുന്നതിലൂടെയും ഈ നാർസിസ്റ്റിൻ്റെ മോറൽ സൈഡും അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധിയൊക്കെയും തെറ്റാണെന്ന രീതിയിൽ ചിത്രീകരിച്ച് പോകുന്ന പല വീഡിയോസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും അവർ മനുഷ്യരാണ്. അവർക്ക് ഉള്ള ഒരു വ്യക്തിത്വ വൈകല്യാവസ്ഥ, ഒരു രോഗാവസ്ഥയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു ശാരീരിക വൈകല്യമുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? അവരെ നമ്മൾ അനുകമ്പയോടും സഹായ മനസ്കതയോടും കൂടിയിട്ടാണ് നോക്കിക്കാണാൻ ശ്രമിക്കുക. അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ നാർസിസ്റ്റിനെയും അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യാവസ്ഥയുള്ള ആരെയും നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. അല്ലാതെ അവർ ഏറ്റവും വലിയ വില്ലൻസ് ആണ്, അല്ലെങ്കിൽ ക്രിമിനൽസ് ആണ്, അവർ കരുതി കൂട്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഇറങ്ങിയിട്ടുള്ളവരാണ്, അവരിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ ഈ നാർസിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക ചെയ്യുന്നത്. ഇനി എല്ലായ്പ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആളുകൾ ഈ നെഗറ്റീവ് തരത്തിൽ അവരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരല്ല. പലപ്പോഴും അനുകമ്പയോടും സ്നേഹത്തോടും കരുതലോടും കൂടി പെരുമാറാൻ സാധിക്കുന്നത് നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, അവർ പലപ്പോഴും അനുകമ്പയോട് കൂടിയിട്ട് പലപ്പോഴും മൃഗങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ പല അപരിചിതരുടെ അടുത്ത്, സുഹൃത്തുക്കളുടെ അടുത്ത്, എല്ലായിടത്തും പലപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എപ്പോഴും നെഗറ്റീവാണ്, മാനിപ്പുലേറ്റീവ് ആണ്, അവർക്ക് കരുണയില്ലാത്തവരാണെന്ന് ജനറലൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ചില സമയങ്ങളിൽ അവരങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എപ്പോഴും അവരങ്ങനെ ആയി തീരുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് ഏതാണ്ട് ഓൾ ഓർ നത്തിങ് തിങ്കിങ്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമ്മൾക്ക് പലർക്കും ഉണ്ടാകുന്ന ചിന്താവൈരുദ്ധ്യങ്ങൾക്ക് തുല്യമാണ്. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കാണിക്കുന്ന സമയത്ത് അവർ ഏറ്റവും പൊട്ടയാണ്, അല്ലെങ്കിൽ അവരെപ്പോഴും ബ്ലാക്ക് ക്യാരക്ടറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറുള്ള ആളെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില ചിന്താ പിശകുകളുണ്ടല്ലോ നമുക്ക്. പൊർട്ടിക്കുലർലി ഒരു ഡിപ്രഷനും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയത്ത് പലർക്കും അങ്ങനെ തോന്നിപ്പോവാറുണ്ട്. ലോകത്തിന് ക്രിട്ടിക്കലായിട്ടും മറ്റൊക്കെ നോക്കിക്കണ്ട് തുടങ്ങുമ്പോൾ പലപ്പോഴും ചെറിയ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, ആരെങ്കിലും കയ്യിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരെ അപ്പാടെ മോശമായി ചിത്രീകരിച്ച് പോകുന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. അത്തരത്തിലുള്ളൊരു ചിന്താഗതിയിലോട്ടാണ് ആ ചിന്താഗതി നമ്മളുടെ വ്യക്തിത്വമായി മാറുന്ന രീതിയിലാണ് പലരുടെയും പല ഓൺലൈനായിട്ട് ഈ നാർസിസത്തിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ മലയാളം ലാംഗ്വേജിൽ യൂട്യൂബിലൊക്കെ വന്നിരിക്കുന്നവരുടെ ഒരു രീതി ആയി മാറിയിരിക്കുന്നത്. ഇത് വളരെ അലാമിംഗ് ആണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നമുക്ക് ഒരാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്നതോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ലേബൽ ചെയ്യുന്ന നാർസിസിസ്റ്റ്, അവൻ നാർസിസിസ്റ്റാണ്, അവൾ നാർസിസിസ്റ്റാണ് എന്നൊക്കെ രീതിയിൽ അത് ഉപയോഗിച്ചിട്ട് പലപ്പോഴും ആ ഒരു രോഗാവസ്ഥയിൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ വേദനയൊന്നും തിരിച്ചറിയാതെ അങ്ങനെ ആരെങ്കിലും ചാർത്തി കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പല വേളകളിലും വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും കരുതലും കിട്ടാത്ത അവസ്ഥ, ചിലപ്പോൾ ജീവിതത്തിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്ന അവസ്ഥ. ഈ ട്രോമ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. അതൊരു പക്ഷേ അവരെ നെഗ്ലക്ട് ചെയ്യുന്നതായിരിക്കാം, അവരെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിർത്തി അവരെ കളിയാക്കി മോക്ക് ചെയ്ത് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ട്രോമയിലൂടെയും അല്ലെങ്കിൽ ജീവിതത്തിൽ സ്നേഹം നൽകേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് അത് കിട്ടാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഒരു വാലിഡേഷൻ കിട്ടാത്ത അവസ്ഥയിൽ നിന്നൊക്കെ അതിനെ അതിജീവിക്കാനായിട്ട് പലപ്പോഴും അവർ പതിയെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യാവസ്ഥയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ പലർക്കും അതിനെങ്ങനെ നേരിടണം എന്ന് അറിയാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാനായിട്ടുള്ള പറഞ്ഞു കൊടുക്കാനായിട്ടോ ഒന്നും ആരും അവൈലബിൾ ആവാത്ത അവസ്ഥ. അപ്പോൾ അറിയുന്ന രീതിയിൽ അവരതിനെ മാനേജ് ചെയ്തിട്ട്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരാൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൂട്ടുകാരോ അവൻ്റെ ചുറ്റുമുള്ളവർ കൊടുക്കുന്നില്ല, എപ്പോഴും താഴ്ത്തി കിട്ടുന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയെ അതിജീവിക്കാനായിട്ട് ജീവിതത്തിൽ പല മേഖലകളിലും വലിയ വലിയ നേട്ടങ്ങൾ നേടിയതിന് ശേഷം അതിലൂടെ ഒരു ഈഗോ ബൂസ്റ്റ് അല്ലെങ്കിൽ അതിലൂടെ ഒരു സ്വയം വില കൽപ്പിക്കൽ നേടിയെടുത്തതിന് ശേഷം അവർ മറ്റു പല ആൾക്കാരുടെ അടുത്ത് ഇടപഴകുമ്പോഴും അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതും അവരുടെ പ്രാധാന്യം മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിക്കാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നാർസിസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണിത്. അതായത് ഗ്രാൻഡിയോസിറ്റി അല്ലെങ്കിൽ എൻടൈറ്റിൽമെന്റ്, സ്വയം പ്രാധാന്യം, അവർക്ക് മറ്റുള്ളവരെക്കാൾ മേന്മയുള്ളവരാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് നടിക്കൽ, അങ്ങനെ പെരുമാറൽ മുതലായവയൊക്കെ. ഇതൊക്കെ ചെറുപ്പത്തിൽ അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അവഗണനയും മറ്റും അതിജീവിക്കാൻ അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതയാണ്. അപ്പൊ ഇത്തരത്തിൽ പ്രശ്നങ്ങളും കഷ്ടതകളും അനുഭവിച്ച ആൾക്കാർ അതിനെ നേരിടാനായിട്ട് അനാരോഗ്യപരമായിട്ടുള്ള ചില പ്രവണതകൾ വളർന്നു വരുന്നതിനോടൊപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് അവരുടെ സ്വഭാവ സവിശേഷതയായിട്ട് അവരുടെ ഒരു വ്യക്തിത്വത്തോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സ്വഭാവ സവിശേഷതയായിട്ട് മാറി വരികയാണ് ചെയ്തത്. അപ്പം അതാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ അതുപോലെ അതേ കാറ്റഗറിയിൽ പെടുന്ന ഡിസോർഡറുകളിലൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇനി പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മുതലായവയിലൊക്കെ പലപ്പോഴും ഈ സിംറ്റംസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ BPD-യിലുള്ള ചില സിംറ്റംസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലും കാണാൻ സാധിക്കും, ഒരു പക്ഷേ ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലും കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും അത് എല്ലാത്തിലും ഓവർലാപ്പിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ മനുഷ്യനെന്ന് പറയുന്നത് ഒരു നിശ്ചിത രീതിയിൽ തന്നെ സ്ഥായിയായി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാളെ ആ രീതിയിൽ ലേബൽ ചെയ്ത് മാറ്റി നിർത്താം, അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മൾ അകന്നു പോകാനായിട്ട് ശ്രമിക്കുക. അവർ വില്ലനാണെന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് തീരെ ചേരാതിരിക്കുക, അവരെ ഒഴിവാക്കാൻ നിർത്താൻ മുതലായവയൊക്കെ വളരെ റിഗ്രസീവും അനാരോഗ്യപരവുമായിട്ടുള്ളതും വളരെ അൺഎംപത്തറ്റിക് ആയിട്ടൊരു ബിഹേവിയറാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നാർസിസിസത്തിനെ കുറിച്ച് മാത്രമാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് ആ ടോക്സിസിറ്റി അത് മാത്രം പെർസീവ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംസാരിക്കുന്ന പല സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇവൻ സൈക്കോളജിസ്റ്റുകളല്ല, സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റുകൾ, അങ്ങനത്തെ പുതിയ ഒരു തരത്തിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു കാര്യം നിങ്ങളോട് മനസ്സിലാക്കേണ്ടതുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഡയഗ്നോസബിൾ ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് യോഗ്യത എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ആരും വന്ന് ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്നത്. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു ക്യാൻസറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ അവർ
അതിനുള്ള എഡ്യൂക്കേഷനൊന്നും നേടിയെടുത്തിട്ടില്ല. എന്നിട്ട് ക്യാൻസറിനെ കുറിച്ച് പെട്ടെന്നൊരു ദിവസം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. എത്രത്തോളം ദയനീയമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. അദ്ദേഹം ആ ക്യാൻസറിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നു, അതിനാവശ്യമായിട്ടുള്ള രോഗനിർണയം നടത്തിയിട്ട് രോഗപ്രതിവിധികൾ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തു തുടങ്ങുന്നു, ഒരറിവുമില്ലാതെ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട്. വലിയൊരു അരക്ഷിതാവസ്ഥയല്ലേ അത്? അത് തന്നെയാണ് ഇന്ന് ഓൺലൈനിൽ പലപ്പോഴും നമുക്ക് പലരിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളത് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനനുസരിച്ചിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് മെന്റൽ ഹെൽത്ത് നഴ്സ് മുതലായവർക്കാണ്. ഈ 4 പേര് അടങ്ങുന്നതാണ് ഒരു മെന്റൽ ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. സോ ഈ 4 കാറ്റഗറി ഉള്ളവർക്കും ഈ ക്വാളിഫിക്കേഷനിൽ എത്താനായിട്ട് പലപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷനും അതിന് മുകളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ക്വാളിഫിക്കേഷൻ്റെയും ആവശ്യമായിട്ട് വരാറുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് സെറ്റപ്പിൽ അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 വർഷം റെഗുലറായിട്ട് കോഴ്സ് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനുശേഷമാണ് ഒരാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നത്. അതിനുശേഷം അവർക്ക് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടാണ് ഒരു ലൈസൻസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രാക്ടീഷണറായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. അവർക്ക് മാത്രമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്, തെറാപ്പി മുതലായവയൊക്കെ സൈക്കോളജി ലാബിൽ കൊടുക്കാനായിട്ട് അനുവാദമുള്ളത്. ഒരു സാധാരണ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു UGയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞതിന് ശേഷം ആകുന്ന സൈക്കോളജിസ്റ്റ് പലപ്പോഴും മാനസികാരോഗ്യ രോഗത്തെ അല്ലെങ്കിൽ മാനസിക രോഗത്തെ നിർണ്ണയിക്കുന്നതിനും ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിനും പലപ്പോഴും പര്യാപ്തമല്ല. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. പലപ്പോഴും അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേൺഷിപ്പാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഇൻറ്റേൺഷിപ്പ് ആവശ്യമില്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുണ്ട്. ഇനി ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ തന്നെയും 2-3 മാസം കൂടുതൽ അത്രത്തോളം സമയം മാത്രം ചെലവഴിക്കുന്ന, അതൊരു സൂപ്പർവിഷൻ, ഒരു പ്രാക്ടീഷണറുടെ കീഴിൽ അല്ലെങ്കിൽ കൂടെ കുറച്ച് നാൾ പേഷ്യൻസിനെ കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള വളരെ പരിമിതമായിട്ടൊരു അവസരമാണ്. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുള്ള പല ആൾക്കാരും ഈ മാനസിക ആരോഗ്യത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ മറ്റൊക്കെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് മുന്നോട്ട് വന്ന് അബദ്ധ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ ഒരു അപകടകരമായിട്ടുള്ള നിലയിലേക്കാണ് പോകുന്നത്. ഇനി അതിനേക്കാൾ വലിയ അപകടകരമായിട്ടുള്ള നിലയാണ് സാധാരണ ഒരു MBBS പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ഓൺലൈനിൽ കൂടെ 3-4-5 ആർട്ടിക്കിൾസ് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം മാത്രം റീഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് വന്ന് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്, അവർക്ക് ഒന്നല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്നത് മാത്രമേ കാണാൻ പലപ്പോഴും സാധിക്കുന്നുള്ളൂ. ഇതിനിടയിലാണ് ജീവിതം. Life is not either black or white, it's mostly in the gray, right? സോ ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് തീരെ അനുകമ്പയില്ലാത്ത രീതിയിൽ നോക്കിക്കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഹ്യൂമാനിറ്റി, നമ്മളുടെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യകുലത്തിന് അനുയോജ്യമായിട്ടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ കണ്ടന്റ് നിങ്ങൾ കേൾക്കാനും അത് ഉള്ളിലേക്ക് എടുക്കാനായിട്ട്. ഇനി ഇതിൽ പറയേണ്ട പ്രധാന ഒരു കാര്യമാണ്, പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് അവൈലബിളേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറേ നാളത്തെ നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില സവിശേഷ പ്രവർത്തന രീതികളാണ്. അത് വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതും ഒരു പരിധിവരെ സ്ഥായി ആയിട്ടുള്ളതുമാണ്. ഇത്തരത്തിലുള്ള ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്ന തെറാപ്യൂട്ടിക് രീതികളാണ് പലപ്പോഴും അവലംബിക്കേണ്ടി വരിക. ഉദാഹരണത്തിനായിട്ട് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി മുതലായവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പെട്ടെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ള തെറാപ്പിയല്ല, അത് കുറച്ച് നാൾ എടുത്തിട്ട് ആ പേഴ്സണാലിറ്റിയെ പതിയെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള തെറാപ്പിയാണ്. സോ അതിനർത്ഥം എന്ന് പറയുന്നത് കുറച്ച് നാൾ തെറാപ്പി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥ തന്നെയാണ് വ്യക്തിത്വ വൈകല്യാവസ്ഥകൾ എന്ന് പറയുന്നത്. അതേ രീതിയിൽ നോക്കുമ്പോൾ
നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വളരെ എഫിഷ്യൻറ്റും ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മെൻ്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി, സ്കീമ തെറാപ്പി, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി മുതലായവയൊക്കെ വളരെയധികം ഇഫക്റ്റീവ്നെസ് NPDക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളവയാണ്. ഇനി ഇത് പലപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇതിൽ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള പ്രാക്ടീഷണേഴ്സിനാണ്. അതുപോലെയുള്ള ഇത്രത്തോളം സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ ഇത്തരത്തിലുള്ള തെറാപ്പി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആരെങ്കിലും ഇതിന് എത്രത്തോളം നെഗറ്റീവായിട്ട് നിങ്ങളെ ചിന്തിപ്പിക്കാനോ നിങ്ങൾ ഉത്ബോധിപ്പിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യാവസ്ഥകളുടെ വളരെയധികം ഒരു സ്റ്റിഗ്മയാണ് ഇവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാവർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചെറുതായിട്ടെങ്കിലൊക്കെ ഉണ്ട്. ബോർഡർ ലൈൻ ആയിട്ടുള്ള ഇമോഷണലി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇത്തിരി പൊങ്ങച്ച് നടിക്കുന്നതും, അല്ലെങ്കിൽ ഈഗോയൊക്കെ കാണിക്കുക എന്ന് പറയത്തില്ലോ, അങ്ങനത്തെ അവസ്ഥയും എളുപ്പത്തിൽ വേദനിച്ചു പോകുന്നതൊക്കെ ആയിട്ടുള്ള അവസ്ഥാന ദിനങ്ങൾ പലപ്പോഴും നമുക്കുണ്ട്. പലപ്പോഴും പലരും വളരെ സെൻസിറ്റീവായിട്ട് പല കാര്യങ്ങളെയും എടുക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സ്ഥിരം കാണാവുന്നതാണ്. അത് വിചാരിച്ചിട്ട് ഇതൊക്കെയും നാർസിസത്തിൻ്റെയോ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയോ ഒക്കെ ലക്ഷണങ്ങളിൽ ഒന്നോ രണ്ടോ എന്നൊക്കെ ആയിട്ട് പലരും നമുക്ക് കാണാം. അത് വിചാരിച്ച് അവർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഉണ്ടെന്നല്ല. പക്ഷേ പലപ്പോഴും അങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ അവരെ നാർസിസിസ്റ്റ്, ബോർഡർ ലൈൻ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അത് വളരെ സ്റ്റിഗ്മറ്റൈസിങ് ആണ്. അത് വളരെ നെഗറ്റിവിറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വില്ലനൈസ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ ചിന്തിച്ചതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കേട്ടതുകൊണ്ട് അവിടെ അവസാനിച്ചില്ല. അവിടെ തീരുമാനമെടുക്കാതെ ആ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഓൺലൈനിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓൺലൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പലപ്പോഴും വളരെ ആധികാരികമായിട്ട് മെഡിക്കലി റിവ്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ലൈസൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള പല ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാനായിട്ട് സാധിക്കും. ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ക്രെഡൻഷ്യൽ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വായിക്കുക. ഉദാഹരണത്തിനാണ് WebMD, ഹെൽത്ത് ലൈൻ, അങ്ങനത്തെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈക്കോളജി ടുഡേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഉണ്ട്. വളരെ ആധികാരികമായിട്ടുള്ള ആരോഗ്യ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പ്രസാധകരുണ്ട്. അവരിൽ നിന്നും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളെ കുറിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ആശയം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അവ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അമർത്തുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യാവസ്ഥകളെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ഉറ്റവരിലോട്ട് അവർക്ക് വിജ്ഞാനപ്രദമാവാനും അവരെ സഹായിക്കാനും എത്തിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയറും ചെയ്യുക. അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.